ഐഡിയ സ്കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റും ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള ഡേറ്റുകൾ അതായത് കോളേജ് അവരുടെ വെബ്സൈറ്റിൽ ഇട്ടേക്കുന്ന ഡേറ്റിൽ നിങ്ങൾ പോയി ചേരുക. അതുപോലെ എല്ലാ കോളേജുകളുടെയും വെബ്സൈറ്റിൽ ഫീസ് സ്ട്രക്ചറും ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഡേറ്റ എൻട്രിയൊക്കെ പറഞ്ഞേക്കുന്ന കോളേജിൽ ഡേറ്റ എൻട്രിയൊക്കെ ചെയ്തിട്ട് തന്നെ പോകാം. ആ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഡേറ്റ എൻട്രി കഴിയുമ്പോൾ ഉള്ള ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചില കോളേജസ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളാണ് മിക്കതും പറഞ്ഞേക്കുന്ന ഡേറ്റ എൻട്രി. പിന്നെ വേറെ ഏതെങ്കിലും കോളേജുകളുടെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു അഡ്മിഷൻ ഫോമോ എൻട്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ചില കോളേജസ് ചില ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടെല്ലാം പറയുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്കത് ഫില്ല് ചെയ്യാൻ പാടാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് ഫില്ല് ചെയ്യുക. അതൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അവർ അഡ്മിഷൻ തരാതെ ഒന്നും ഇരിക്കില്ല. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് പോവുക. അതൊക്കെ സിമ്പിളാണ്, നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അവിടെ ചെന്നിട്ടും ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മളുടെ ടൈം അവരുടെ ടൈമൊക്കെ സേവ് ചെയ്യാൻ ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. പ്രിൻ്റ് ഔട്ടുകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഫീസ് അടച്ചിട്ട് ചെല്ലാൻ പറയുന്നവർ അടച്ചിട്ട് പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ അടച്ചാൽ മതി. അത്രയും സമയം പോകുന്നു മാത്രമേ ഉള്ളൂ. അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്മിഷനൊന്നും ഡിനേ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ഇതൊരു എക്സ്ക്യൂസായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നതല്ല. ചിലവർക്ക് ഇപ്പോൾ പാരൻസിനാണെങ്കിലും ചിലവർക്ക് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയണ്ടാവില്ല, അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അറിയണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടും ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ, ഫീസ് അടയ്ക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് പോകാനും ഒക്കെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് തന്നെ പോവുക കേട്ടോ. നിങ്ങളുടെ ടൈമും അവരുടെ ടൈമും വിലപ്പെട്ടതാണ്. സോ അത് ചെയ്തിട്ട് പോവുക. ഒരു കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മളിത് ചെയ്യാൻ പറ്റാത്തവർ കുഴപ്പമില്ല, അവിടെ ചെന്നാലും അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ടാവും. കുറച്ച് ടൈം വൈകി പോകുന്നുള്ളൂ. പിന്നെ ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് ടോക്കൺ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ടോക്കൺ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ വെറുതെ നമ്മൾ ആദ്യം തന്നെ പോയി ഇരുന്നിട്ട് അവിടെ പോയി ഇരിക്കരുത്. അങ്ങനെ ടോക്കൺ ഉണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല രജിസ്ട്രേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട്, കാരണം നമ്മൾ കുറേ പേരുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ഹോളിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൗണ്ടറിൽ ചെന്നിട്ട് ടോക്കൺ ഉണ്ടെങ്കിൽ ആ ടോക്കൺ എടുത്തിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുക. അപ്പോൾ ആ ടോക്കൺ അനുസരിച്ചിട്ടായിരിക്കും അഡ്മിഷന് വിളിക്കുന്നത്. സോ അത് കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ സർട്ടിഫിക്കറ്റ് കോളേജിൻ്റെ ഒരു ഇതിൽ തന്നേക്കുന്ന ഓർഡറിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. ചില കോളേജസ് അറ്റസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, ചിലർ സെൽഫ് അറ്റസ്റ്റഡ് മതി എന്ന് പറയുന്നു, ചിലർ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാണോ ആ ഒരു കോളേജ് പറഞ്ഞേക്കുന്നത് ആ രീതിയിൽ ഫോട്ടോ കോപ്പീസൊക്കെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂടെ പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയനായിട്ട് ഒരാളുണ്ടാവുക, മുതിർന്ന ഒരാളുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി അതിൽ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്കപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പേജിലുണ്ടാവും. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈല് ഈ ഫേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒരു കോളേജ് തന്നെയായിരിക്കും കിട്ടിയേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ, ഈ സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് കേട്ടോ. സെയിം കോളേജ് ആണെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾ എൻട്രൻസ് കമ്മീഷർക്ക് ഒരു പ്രാവശ്യം ഫീസ് അടച്ചവരാണെങ്കിൽ വീണ്ടും അടയ്ക്കണ്ട. പക്ഷേ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും തുക കാണിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ജെനുവിൻ ആയിരിക്കും, അത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അടക്കണം കേട്ടോ. ചിലപ്പോൾ കൂടുതൽ ഫീസുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് കിട്ടിയിട്ട് ഗവൺമെൻറ് കൺട്രോളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ കിട്ടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫീസല്ലേ അടക്കുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് കൺട്രോളിലാകുമ്പോൾ ചിലപ്പോൾ 10K ഒക്കെ വരുന്നുണ്ടല്ലോ. സോ ആ ഒരു ഫീസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അടയ്ക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു പ്രാവശ്യം എൻട്രൻസ് കമ്മീഷർക്ക് ഫീസ് അടച്ചവർ വീണ്ടും അടക്കണ്ട. പക്ഷേ സെക്കൻഡ് ഫേസിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണമെങ്കിൽ നിങ്ങൾ ഫീസ് അടക്കണം കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് ഓപ്ഷൻ വെക്കുക എന്നുള്ളതാണ്. കുറേ പേര് ചോദിച്ചു കണ്ടു ഇനി ഓപ്ഷൻസ് വെക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് ഓപ്ഷൻ വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഓപ്ഷൻ വെക്കാൻ പറ്റും. സോ നിങ്ങൾക്കും ഇനി ഏതെങ്കിലും കോളേജൊക്കെ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ലോവർ ഓപ്ഷനായിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളവർക്കൊക്കെ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷൻ വെക്കാം എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഓപ്ഷൻ വെക്കാൻ സാധിക്കേണ്ടതാണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ വിജ്ഞാപനം വന്നാലാണ് അറിയുന്നത്. സോ അതൊരു ഹാപ്പി ന്യൂസ് ആണ് അല്ലേ. നമ്മളുടെ കുറേ പേരൊക്കെ അങ്ങനെയും ചോദിച്ചു കണ്ടു, ലോവർ ഓപ്ഷൻസ് ഇനി ആഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയത് ഇനി വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ, തേർഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു കൺഫർമേഷൻ വരൂലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കോളേജുകളുടെ ലിസ്റ്റ് കാണുന്നത് നിങ്ങൾക്ക് എടുത്ത് വെക്കാനായിട്ട് എല്ലാവർക്കും ആയിട്ട്
സാധാരണ നമുക്ക് ആ ഫേസിൽ ഏതെങ്കിലും കോളേജ് വന്നാലാണ് നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കാറുള്ളൂ. പക്ഷേ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം കണ്ട പോലെ സീറ്റ് വേക്കൻസി ഉള്ള എല്ലാ കോളേജുകളും എല്ലാ കോളേജിലും സീറ്റ് വേക്കൻസി ഉണ്ടാകും, ആരുടെയും ഫില്ലായിട്ടൊന്നും ഉണ്ടാവില്ല. സോ ആ കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണുകയും അത് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വെക്കുകയും ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം തേർഡ് അലോട്ട്മെൻറ്റിലുണ്ട് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് നമ്മൾക്ക് ഡേറ്റ്. അപ്പോൾ എൻട്രൻസ് കമ്മീഷർക്ക് ഫീസ് അടക്കാനുള്ളവർക്ക് അടക്കാനുള്ള സമയം 27-ാം തീയതി 2 മണി വരെ ഉള്ളൂ കേട്ടോ. അതേസമയം നമുക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ 3 മണി വരെയാണ് സമയം. അപ്പോൾ എപ്പോഴാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യണം അതിന് മുമ്പ് നമ്മൾ എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസ് അടച്ച് ആ ഫീ റെസിപ്റ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ കുറേ പേര് ഇതെല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്, ആദ്യം മുതൽ പറയുന്നതാണ് ഫീ അടച്ചിട്ട് ഫീ റെസിപ്റ്റ് നിങ്ങൾ എടുക്കണം, അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന്. അപ്പോൾ കുറേ പേര് അതിൻ്റെ വേറെ റെസിപ്റ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ GPay ഒക്കെയാണ് അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷനൊക്കെയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ അതിലൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാവില്ലേ, അതെങ്കിലും എടുത്തിട്ട് കൊണ്ടുപോവുക. അതൊരു സൊല്യൂഷനൊന്നുമല്ല, പക്ഷേ ഒന്നുമില്ലാതെ പോണേലും നല്ലത് അതെങ്കിലും കൊണ്ടുപോവുക. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് ഫോണിൽ കാണിച്ചു കൊടുക്കരുത്. ഇത് ഹിസ്റ്ററി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കാണിച്ചു കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ ഒരു ഇതിൻ്റെ നിങ്ങൾ ഫീ പെയ്ഡ് ടു സീ എന്ന് കാണിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലായി അത് എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റായിട്ട് എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ കേട്ടോ. അല്ലാതെ ഫോണിൽ കാണിച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അപ്പോൾ ചില കോളേജ് ഇപ്പോൾ മോഡലൊക്കെ ആണെങ്കിൽ 24 വരെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ കുറേ പേര് മോഡലിൽ ചെയ്യുമെന്ന് ചോദിച്ചു, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾ ഗൂഗിൾ ക്രോമിലാണ് മോഡൽ നോക്കുന്നതെങ്കിൽ അവരുടെ ആ ലിങ്ക് ഒന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടില്ല. ഫയർഫോക്സ് പോലുള്ള സെർച്ച് എഞ്ചിൻസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുള്ളൂ. സോ അത് ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഫോമുകളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് പോവുക. അതിൽ പൂരിപ്പിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറയുവാണല്ലോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫീസ് അടക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ തരാൻ ആരുമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് അടയ്ക്കാം. ആ ഒരു നിങ്ങളുടെ ട്രാൻസാക്ഷൻ പോസിബിളാണ്. അതും ശ്രദ്ധിക്കുക കേട്ടോ. ചില UPI ട്രാൻസാക്ഷനൊക്കെ ഇത്ര എമൗണ്ട് എന്നുണ്ട്. സോ 50 കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങൾ അങ്ങനെ ആ ഫീസ് അന്ന് തന്നെ അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ ഇതൊന്നും നിങ്ങളിങ്ങനെ ഒഴിവാകാനുള്ള ഒരു സൊല്യൂഷനായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു സൊല്യൂഷനല്ല പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ടെക്നിക്കൽ എറർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലോ ഫീസ് അടക്കാൻ പറ്റാതിരുന്നാൽ അങ്ങനെ അഡ്മിഷൻ ക്യാൻസൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫീസ് അടക്കാതെ പോവുകയോ അല്ലെങ്കിൽ ഫീസ് എടുക്കാതെ പോവുകയോ ഒന്നുമല്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പറ്റിയില്ല എങ്കിൽ അത് ചിലപ്പോൾ കോളേജ് അത് ഓക്കെ, മിക്ക കോളേജസും അങ്ങനെ ഈ ഒരു ഫേസിലൊന്നും സ്പോട്ടൊന്നും അല്ലല്ലോ, അപ്പോൾ ഫേസിലൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറില്ല. ഞാൻ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് പറയുന്നു എന്നുള്ളൂ. ഇതൊരു വാദമായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുള്ള വാദമായിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് ആശ്വാസമാവാൻ അങ്ങനെ ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മണി വരെയാണ് എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസും, അതുപോലെ തന്നെ 3 മണി വരെയാണ് നമുക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ള ടൈമും. അതുപോലെ തന്നെ ചില കോളേജസ് 24 വരെയൊക്കെ പറയുന്നുള്ളൂ. സോ പിന്നെ കുറേ പേര് ക്യുസാറ്റിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കോളേജുകളും ലാസ്റ്റ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഇതുവരെ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജെനുവിൻ കേസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കാത്ത കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യുക, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു ദിവസം വന്നാൽ മതിയോ എന്നുള്ളത് ജസ്റ്റ് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യില്ല. അല്ലാതെ കോളേജ് നോട്ടിഫിക്കേഷൻ ഇടാതെ നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ അങ്ങനൊരു ഡേറ്റ് ഇല്ല, ലാസ്റ്റ് ഡേറ്റ് ചെല്ലാൻ അങ്ങനൊരു ഡേ ഇല്ല എങ്കിൽ നിങ്ങൾ കോളേജിൽ എന്തായാലും ഇൻഫോം ചെയ്തിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, അപ്പം നമുക്കൊന്നും പബ്ലിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെയാണെന്നുള്ളത്. സോ നിങ്ങൾ അത് കോളേജായിട്ട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് നിശ്ചയമായിട്ട് നിങ്ങൾ ഈ കോളേജിൽ തന്നെയാണ് എടുക്കണമെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, KTU രജിസ്ട്രേഷന് പിന്നെ സ്കോളർഷിപ്പുകൾക്ക് ഒക്കെ അലോട്ട്മെൻറ്റ് മെമ്മോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ആ ഒരു ഫേസിലേ കാണുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ എടുത്ത് വെച്ചേക്കാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, അതായത് സർട്ടിഫിക്കറ്റൊക്കെ പോവാതിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ PDF ആയിട്ട് മെയിൽ ചെയ്തെഴുതുക. അവിടെ കാലാകാലം ആ മെയിലിൽ അവിടെ കിടന്നോളും നമ്മുടെ സർട്ടിഫിക്കറ്റ് PDF. ആവശ്യമുള്ളപ്പോൾ അതിനൊരു പേര് കൊടുത്ത് നമ്മൾ സ്റ്റാറിട്ട്
മെയിൽ ചെയ്ത് ആ മെയിലിൽ ഇട്ടേച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പ്രിൻറ്റുകൾ എടുത്ത് സൂക്ഷിക്കുക, ആവശ്യമുള്ളത് ഫയൽ ചെയ്ത് വെക്കുക. നമ്മുടെ അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരു കാര്യം കൂടി പറയുവാണ്, നിങ്ങൾ കോളേജിലൊക്കെ ഇനി സർട്ടിഫിക്കറ്റ് ഈ കോളേജ് തന്നെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ഇനി 4 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടും. പിന്നെ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ കോളേജുകൾ ചിലപ്പോൾ തന്നേക്കാം. അല്ലാതെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരില്ല, തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് KTU അങ്ങനെ കുറേ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നിങ്ങളുടെ എല്ലാ കോപ്പീസ് അല്ലെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എസ്പെഷ്യലി 10th 12th അങ്ങനെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, പിന്നെ ഡേറ്റ ഷീറ്റ് നിങ്ങൾ 2-3 കോപ്പി എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഡേറ്റ ഷീറ്റ് എല്ലാ ഫേസിലും ഒന്ന് തന്നെയാണ്, അതിന് മാറ്റങ്ങളുണ്ടാവില്ല. പക്ഷേ അലോട്ട്മെൻറ്റ് മെമ്മോ ഓരോ ഫേസിൽ വരുന്നത്, നിങ്ങളിപ്പോൾ 3ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആ കോളേജ് കൺഫേം ആക്കണമെങ്കിൽ 3ാമത്തെ ഫേസിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒന്ന് കോപ്പി എടുത്ത് വെച്ചേക്കാം, 2 കൂടുതലായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റ്, നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അവിടെ തന്നെ നോക്കുക. പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെ വിഷമിക്കേണ്ട, നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടും നമ്മുടെ ഓപ്ഷൻസ് അനുസരിച്ചിട്ടൊക്കെയാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് റാങ്ക്, ഈ ഒരു ഫേസിലെ ലാസ്റ്റ് റാങ്കും വന്നിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക, എവിടം വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.